പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, ബോബി ചെമ്മണ്ണൂർ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിഞ്ഞ യാത്രയുടെ അനുഭവങ്ങൾ പങ്കിടാനായി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. നമ്മൾ ഈ ബോണ്ടിയിൽ അല്ലെങ്കിൽ ഈ ചങ്ങാടത്തിലിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ യാത്രയിൽ, ഞങ്ങളുടെ 400 എപ്പിസോഡ് പിന്നിട്ട സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ യാത്രയിലും ഞങ്ങളിതിന് മുന്നേ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ വനമുള്ള അതിഥികളെ, മൂർഖൻ അണലി, അങ്ങനെയുള്ള രാജവെമ്പാല, ശംഖുവരൻ, അങ്ങനെയുള്ള അതിഥികളെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എൻ്റെ ഓർമ്മ ഈ വെള്ളം കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ ബോണ്ടി കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഈ പച്ചക്കാനം സ്റ്റേഷൻ അതിർത്തിയിലെത്തിയപ്പോൾ എനിക്ക് തോന്നിയ കുറേ ഓർമ്മകൾ. ഒന്ന്, 150 രാജവെമ്പാലയെ പിടികൂടി എന്നുള്ള ഓർമ്മ, കിങ് ഓഫ് അതിഥികളെ പിടികൂടി എന്നുള്ള ഓർമ്മ, അത് വെനമസാണ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഓർമ്മ നമ്മുടെ എപ്പിസോഡിൽ ഒരുപാട് നോൺ വെനമസ്, അതായത് വെനമില്ലാത്ത, അപകടമില്ലാത്ത അതിഥികളെ. അപകടമില്ലാത്ത അതിഥി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെട്ടിരിക്കുന്ന, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ എല്ലാ അമ്മമാരും അപ്പന്മാരും സഹോദരി സഹോദരന്മാരും കണ്ടിരിക്കുന്ന അതിഥിയാണ് ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ചുരുട്ട എന്നറിയപ്പെടുന്ന, വൂൾഫ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥി. അതിന് നമ്മുടെ നാട്ടിൽ വരയുള്ള, ബ്രൗൺ കളറിൽ വരയുള്ളതുകൊണ്ട് തല പരന്ന് പല്ലിയുടെ തല പോലെ ഇരിക്കുന്നു. അതിൽ കറുപ്പ്, ലൈറ്റ് കറുപ്പ്, അല്ല വെള്ള, ഒരുമാതിരി ചെറിയ കറുപ്പിൽ വെള്ളയും മഞ്ഞയും കൂടി കിടന്ന വരകളുള്ള തലയുടെ തല പോലെ ഇരിക്കുന്ന ട്രാവൻകൂർ വൂൾഫ് സ്നേക്ക് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഉരച്ചുരുട്ടയുണ്ട്. വെള്ളിവരയൻ ചുരുട്ട് ചുവർപ്പാമ്പ് എന്നറിയപ്പെടുന്നു. കണ്ടാൽ ശംഖുവരയനുമായിട്ട് ചെറിയ സാമീപ്യമുണ്ടെങ്കിൽ, അത് സാദൃശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തോന്നുമെങ്കിൽ അതുപോലെ അതല്ല. ശംഖുവരയൻ വെനമസാണ്, ചുവർപ്പാമ്പ് വെനമസല്ല. അതൊരു വരയില്ലാത്ത ചുവർപ്പാമ്പ് ഉണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകതയുള്ളത്, നമ്മുടെ നാട്ടിൽ മറ്റൊരു പ്രത്യേകതയുള്ളത് കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന, ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന, ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ചേര ലാബ് എന്നറിയപ്പെടുന്ന അതിഥി നമ്മുടെ നാട്ടിൽ ഒട്ടനവധിയുണ്ട്. അതും വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. നമ്മുടെ പ്രേക്ഷകർ ഒട്ടനവധി പരിചയപ്പെട്ടിട്ടുള്ള അതിഥിയാണ് കാട്ടുപാമ്പ് അഥവാ ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പ്. വീടുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവരാണ് ഇവർ രണ്ടുപേരും, ഈ ചുവർപ്പാമ്പും കാട്ടുപാമ്പും. കാട്ടുപാമ്പ് വീട്ടിൻ്റെ കമിഴ്ത്തോടിനകത്ത് എലി കൂടെ വയ്ക്കുമ്പോൾ എലിയെ പിടിക്കാനായി വരുന്നു. ചുവർപ്പാമ്പ് വീടിനകത്ത് പല്ലി ഉണ്ടാകുമ്പോൾ പല്ലിയെ പിടിക്കാനായി വരുന്നു. അത് കഴിഞ്ഞാൽ വീടുമായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പമുള്ളൊരു അതിഥിയാണ് ചേര എന്നറിയപ്പെടുന്ന, റാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥി. അത് മഞ്ഞച്ചേര നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഒട്ടനവധി കളറുകളിൽ, 1, 2, 3 കളറുകളിലെല്ലാം ഏകദേശം എനിക്ക് തന്നെ 7ഓളം കളറുകളിലാണ് ചേര അതിഥികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. തല ചെറുതും ലോകത്തിലെ കഴുത്തില്ലാത്ത ജീവി എന്നറിയപ്പെടുന്നത് പാമ്പ് വർഗ്ഗമാണെങ്കിലും, പക്ഷേ ചേരയുടെ തല കഴിഞ്ഞ് താപ്പോട്ടുള്ള ഭാഗം ഒട്ടിയിരിക്കുന്നു. അത് കഴുത്തിൻ്റെ ഭാഗമല്ല. ചേര നോൺ വെനമസ് ആണ്. ചേരയുടെ കടിയേറ്റൽ മെഡിസിൻ്റെ ആവശ്യമില്ല. അതുപോലെ കാട്ടുപാമ്പിൻ്റെ കടിയേറ്റൽ മെഡിസിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വില്ലൂനി എന്നറിയപ്പെടുന്ന, ബ്രൗൺ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന, കൊമ്പ് കയറി പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ് നോൺ വെനമസ് ആണ്. കടിയേറ്റിന് മെഡിസിൻ്റെ ആവശ്യമില്ല. മരത്തിൻ്റെ മണ്ടയിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥിരവാസം.
കനം കുറഞ്ഞിട്ട് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അതിൻ്റെ അടിയിൽ മഞ്ഞയും വെള്ളയും കൂടി മിക്സായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കലർന്ന കളറും സൈഡിലൊക്കെ മേളിൽ ബ്രൗൺ കളറും സൈഡിൽ ചിലപ്പോൾ നീലയും ബ്രൗണും കലർന്ന കളറിലൊക്കെ കണ്ടുവരുന്നതാണ് വില്ലൂന്നി എന്നറിയപ്പെടുന്ന ബ്രൗൺ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പ്. അതും വെനമസ് അല്ല, അതിനും പല്ലിയും ചെറിയ പല്ലി, ഓന്ത് ഇങ്ങനെ ജീവികളാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. മണ്ണൂലിപ്പാമ്പ്, അതും വീട്ടിൻ്റെ പരിസരത്ത് തന്നെ കൂടുതലായിട്ട് കണ്ടത്. മണ്ണൂലിപ്പാമ്പ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ കോമൺ സാൻബോവ എന്നറിയപ്പെടുന്ന പാമ്പ് വെനമസ് അല്ല, നോൺ വെനമസ് അല്ല, പക്ഷേ അദ്ദേഹത്തിന് വാലുണ്ട്. അത് പ്രസവിക്കുന്ന പാമ്പാണ്. പ്രസവിക്കുക എന്നാൽ മുലയൂട്ടണം, പ്രസവിക്കുകയല്ല. മുട്ട തന്നെയാണ് വയറ്റിൽ തയ്യാറാവുന്ന മുട്ട വയറ്റിനകത്ത് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു. അത് ഞങ്ങളുടെ എപ്പിസോഡിൽ, ഞങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കടിയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അണലിയെപ്പോലെ തോന്നുമ്പോൾ അണലിക്ക് വാലിന് നീളമുണ്ട്. ഇതിന് വാലിന് നീളം, വാല് കോർത്തിരിക്കുന്ന വാലിൻ്റെ ഭാഗത്ത് നല്ല റഫാണ്. തല ഏകദേശം അണലിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം പെരുമ്പാമ്പിൻ്റെ തല പോലെ തോന്നിക്കുന്ന തലയാണ് മണ്ണൂലിപ്പാമ്പിൻ്റെ തല. ഇതേ കുടുംബത്തിൽ, ഇതിനോട് അനുബന്ധിച്ച് അടുത്തുള്ള കുടുംബത്തിലുള്ള അതിഥിയാണ് ഇരുതലപ്പാമ്പ്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എറണാകുളത്ത് എയർപോർട്ടിൽ, കൊച്ചിയിൽ എയർപോർട്ടിൽ പിടികൂടിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കടിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. പ്രസവിക്കുന്ന പാമ്പ് തന്നെയാണ്. പ്രസവിക്കുക എന്നാൽ മുലയൂട്ടണം, പ്രസവിക്കുകയല്ല, മുട്ട തന്നെയാണ് വയറ്റിൽ തയ്യാറാവുന്നത്. മുട്ട പൊട്ടി വയറ്റിനകത്ത് മുട്ട പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് പ്രസവിക്കുന്ന പാമ്പ് എന്ന് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. മറ്റു പ്രത്യേകം മണ്ണിൻ്റെ അടിയിലേക്ക് ആഴത്തിലേക്ക് പോകുന്നതുകൊണ്ട് മണ്ണ് ഊളി എന്ന് ഇവർ രണ്ടുപേരും അറിയപ്പെടുന്നു. സാൻബോവയും കോമൺ സാൻബോവയും അറിയപ്പെടുന്നു. എന്തായാലും രണ്ടുപേരും പ്രസവിക്കുന്ന പാമ്പാണ്. അത് കഴിഞ്ഞാൽ വീടുമായിട്ട് അധികം അടുപ്പമില്ലാത്ത ഒരിനം അതിഥിയാണ് ഗ്രീൻ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന, പച്ചിലപ്പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. മൈൽഡി വെനമസ് ആണ്. അപകടകരമായ വെനമുള്ള അതിഥിയല്ല ഗ്രീൻ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന പച്ചിലപ്പാമ്പ്. പച്ചിലപ്പാമ്പിൻ്റെ കടിയേറ്റാൽ മരണം സംഭവിക്കുന്നു. പിന്നെ പച്ചിലപ്പാമ്പിനെ പിടികൂടി മാറാത്ത തലവേദന, അതായത് മൈഗ്രെയിൻ ഉള്ളവർക്ക് തലയിൽ ചുറ്റിക്കഴിഞ്ഞാൽ പച്ചിലപ്പാമ്പിൻ്റെ ശരീരത്തിലുള്ള എന്തോ ഒരു സാധനം ഈ മൈഗ്രെയിനെ, തലയുടെ ചൂടിനെ വലിച്ചെടുക്കുമെന്നും മൈഗ്രെയിൻ കുറയ്ക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കഥകൾ മാത്രമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പച്ചിലപ്പാമ്പ് യഥാർത്ഥത്തിൽ പിടികൂടിയാൽ മാത്രമേ കടിക്കുള്ളൂ. 8 പോലെ മടങ്ങി ഇങ്ങനെ വായി തുറന്ന് കടിക്കാനേ വരുന്നുണ്ട്. നമ്മൾ പേടിച്ചു. ചിലപ്പോൾ കടിക്കാം. കടവായിൽ അതിൻ്റെ വായ്ക്ക് അകത്ത് ചെറിയ വെനമുള്ള പല്ലുണ്ട്, ചെറിയ മൈൽഡി വെനം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള വെനം മാത്രമേ ഉള്ളൂ. അപകടം ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഇതെല്ലാം കഥകൾ, അതും നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കുറേ കഥകൾ പറയുന്ന ഒരിനം പാമ്പാണ്. കഥകളേ ഉള്ളൂ. കണ്ടം പാമ്പ് എന്നറിയപ്പെടുന്ന ഒരിനം പാമ്പ്, അതായത് നമ്മുടെ കായൽ പാമ്പ് എന്നറിയപ്പെടുന്ന എറിക്സ് ജോണി എന്ന് പുതിയ നാമത്തിലും പഴയ നാമത്തിൽ ഡോഗ് ഫേസ് സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ് കണ്ടം പാമ്പ് എന്നറിയപ്പെടുന്ന, കായൽ പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. അത് വെനമസ് അല്ല, മണ്ണിൽ ചേറിൽ പൊതഞ്ഞിരിക്കുന്ന അതിഥിയാണ് അദ്ദേഹവും അപകടകാരിയല്ല, നോൺ വെനമസ് ആണ്. അദ്ദേഹത്തിൻ്റെ കടിയിൽ മെഡിസിൻ്റെ ആവശ്യമില്ല. ഡെറ്റോളോ കാരാംശമുള്ള സോപ്പോ ഉപയോഗിച്ച്, ഞാൻ ഇത്രയും പറഞ്ഞ അതിഥികളുടെ കടിയേറ്റാൽ ഡെറ്റോളോ കാരാംശമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകി കളയുക മാത്രം ചെയ്താൽ മതി, അല്ല മെഡിസിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ വേറൊരിനം അതിഥിയാണ്
നമ്മുടെ ആറ്റുവായൻ എന്നറിയപ്പെടുന്ന അപൂർവമായിട്ട് 3-4 എണ്ണം മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ആറ്റുവായൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന ഡോഗ് ഫേസഡ് സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നാണ് ആറ്റുവായൻ പാമ്പ് എന്നറിയപ്പെടുന്നു. അതും വെനമസ് അല്ല, നോൺ വെനമസ് ആണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഒരു പച്ച കളറിൽ കറുത്ത വരവുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അനാക്കോണ്ടയുടെ ആ ഡിസൈനാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ള തല അതുപോലെ അല്ല എങ്കിലും ആ ഡിസൈനാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഡോഗ് ഫേസഡ് സ്മൂത്ത് വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന ആറ്റുവായൻ പാമ്പ്. അതിന് കാരണം നമ്മുടെ നാട്ടിൽ ജലസ്രോതസ്സുകളിൽ പോകുന്ന മാലിന്യങ്ങളാണ് ഇവയുടെ ജീവനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നീർക്കോലി എന്നറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒട്ടനവധി നീർക്കോലികൾ അല്ലെങ്കിൽ ചെക്കേൽഡ് കീൽബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന പൊളവൻ എന്നറിയപ്പെടുന്ന ആ നീർക്കോലി എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പല കഥകൾ മാത്രമാണ് പ്രചരിപ്പിക്കുക. കാരണം നീർക്കോലി കഴിച്ചാൽ അത്താഴം മുടങ്ങിയെന്നും നീർക്കോലി കഴിച്ചാൽ എന്താ പറയുക രാത്രി കാലങ്ങളിൽ ഉറക്കം ഉളയ്ക്കണമെന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറയാറുണ്ട്. അതൊട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നീർക്കോലിയുടെ കടിയേറ്റാൽ ചെക്കേൽഡ് കീൽബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന പൊളവനോ നീർക്കോലിയുടെയൊക്കെ കടിയേറ്റാൽ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ മുറിവ് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം ഡെറ്റോളോ കാരാംശമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചിക്കനോ മട്ടനോ ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ എന്ത് വേണോ വാങ്ങി വയറ് നിറച്ച് കഴിച്ചോളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞ കഥകളാണെന്നുള്ള പരമാർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഈ നമ്മുടെ എറിസ് ജോണി കഴിഞ്ഞ് ചെക്കേൽഡ് കീൽബാക്ക് സ്നേക്ക് കഴിഞ്ഞ് അടുത്തതായി നമ്മൾ പരിചയപ്പെടേണ്ട ഒരു അതിഥി, നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കഥകൾ പ്രചരിപ്പിക്കുന്ന അതിഥികളാണ് ഇവയൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെയും നമുക്കുണ്ട് നാഗത്താൻ എന്നറിയപ്പെടുന്ന യെല്ലോ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന പ്രൈൻ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥി. വെനമസ് അല്ല. നാഗത്താൻ നമ്മുടെ കൂടുതലായിട്ട് ട്രിവാൻഡ്രത്ത് കണ്ടുവരുന്ന ബാലരാമപുരം, നെയ്യാറ്റിങ്കര, വിഴിഞ്ഞം, കോളം മേഖലകളിലാണ്. അദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. നാഗത്തിനെ കാണുമ്പോൾ തന്നെ അറിയാം, ഓറഞ്ച്, കറുപ്പ് അല്ലെങ്കിൽ പച്ച, മഞ്ഞ ഇങ്ങനെ വെള്ള ഒക്കെ കൂടി മിക്സായിട്ടൊരു കളർ അല്ലെങ്കിൽ കലർന്ന കളറിലാണ് കണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ കടിയേറ്റാൽ ഒരു മെഡിസിൻ്റെ ആവശ്യം. പലരും ആ പാമ്പിനെ നാഗത്താൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫ്ലൈൻ സ്നേക്ക് എന്നറിയപ്പെടുന്ന യെല്ലോ ട്രീ സ്നേക്ക് എന്നറിയപ്പെടുന്ന പാമ്പിനെ കണ്ട് പലരും തല്ലിക്കൊല്ലാറുണ്ട്. വളരെ കളർ കൂടുതലാണ്ട് ഭയങ്കര അപകടകാരിയാണെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ തന്നെ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഇതെല്ലാം കഥകൾ മാത്രമാണ്. ഇത് വർണ്ണപ്പാമ്പാണ്, ഇത് പറക്കുന്ന പാമ്പല്ല. ഇത് ശിഖരങ്ങളിൽ നിന്ന് ശിഖരങ്ങളിലേക്ക്, അടുത്തുള്ള മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് മാത്രം കടന്നു പോകാൻ കഴിവുള്ള ഇതിൽ പറന്ന് പോകാനൊന്നും കഴിയില്ല. പറന്ന് പോകാൻ കഴിവുള്ള പാമ്പുകൾ കിഴക്കൻ ഏഷ്യയിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഒറ്റ കാര്യമേ ഓർമ്മയുള്ളൂ, നമ്മളെല്ലാം കണ്ടാൽ അപ്പോൾ തച്ച് കൊല്ലുക. ഇത് മാത്രമേ നമ്മുടെ മുന്നിലേക്കുള്ളൂ. പക്ഷേ അതൊന്നുമല്ല പാമ്പുകൾ. ഏറ്റവും സാധുവായ മനുഷ്യനൊരു അപകടവുമില്ലാത്ത, നമ്മൾ അങ്ങോട്ട് പോയി ചവിട്ടിയാൽ മാത്രം കടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി എന്തെങ്കിലും പ്രകോപിപ്പിക്കുക മാത്രം ചെയ്താൽ മാത്രം കടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മേഖലയിൽ അവരുടെ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ കടന്നു കയറുമ്പോഴാണ് കൂടുതലായിട്ട് പാമ്പുകളുടെ കടി, സ്നേക്ക് ബൈറ്റ് നമുക്ക് കേൾക്കുന്നതെന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് പൂച്ചക്കണ്ണൻ പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. നമ്മുടെ നാട്ടിലുള്ള ബാൻഡഡ് കുക്കറി വെനമസ് അല്ല. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ആഷ് കളറിൽ ദേഹത്ത് കറുത്ത വലിയ വരകളോട് കൂടിയതാണ് ബാൻഡഡ് കുക്കറി എന്നറിയപ്പെടുന്ന പൂച്ചക്കണ്ണൻ പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ്. അത് വെനമസ് അല്ല, നോൺ വെനമസ് ആണ്.
ഇത് കിണറ്റിലൊക്കെ കണ്ടുവരുന്നു. വീട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ചില സ്ഥലത്തൊക്കെ വീട്ടിനകത്തും കുളിമുറിക്ക് അകത്തൊക്കെ കണ്ടുവരുന്ന ഇനം പാമ്പാണ് ബാൻഡഡ് കുക്കറി എന്നറിയപ്പെടുന്ന പാമ്പ്, പൂച്ചക്കണ്ണൻ പാമ്പ് മലയാളത്തിൽ. ഇതേ പൂച്ചക്കണ്ണൻ തന്നെ ഇതേപോലെ പേരുള്ള ഒരു പൂച്ചക്കണ്ണൻ കൂടി ഉണ്ട്. ഫോറസ്റ്റ് കാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന കാട്ടിലെ പൂച്ചക്കണ്ണൻ പാമ്പ് എന്നറിയപ്പെടുന്ന അത് ഒന്നോ രണ്ടോ അതിഥികളല്ല, ഒന്നോ രണ്ടോ ഇനമല്ല. അതിൽ ബ്രൗൺ കളറിൽ വരകളുണ്ട്, തെളിയാത്ത വരകളുണ്ട്, ബ്രൗൺ കളറിൽ കറുത്ത വരകളുണ്ട്, അങ്ങനെ പല കളറിൽ കണ്ടു. പക്ഷേ അതും വനമില്ലാത്ത പട്ടികയിലല്ല, വനമുള്ള പട്ടികയിൽ വളരെ കുറച്ച് മാത്രം വനമുള്ള, വളരെ അപൂർവം മാത്രം, വളരെ കുറച്ച് മാത്രം വനമുള്ള അതിഥിയാണ് ഈ നമ്മുടെ ഫോറസ്റ്റ് കാറ്റ് സ്നേക്ക്. അതിൻ്റെ കടിയേറ്റിലും നമുക്ക് മരണകാരണമായ വനമില്ല, അപകടം ഉണ്ടാവുന്നില്ല. ഇതെല്ലാം നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞു വെക്കുക. അതുപോലെ പിന്നെ നമുക്ക് എഴുത്താണി മൂർഖൻ എന്നറിയപ്പെടുന്ന അതിഥി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കനം കുറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞ ഹെഡ്സെറ്റിൻ്റെ വയറിൻ്റെ കനത്തിൽ ഏകദേശം 2 അടിയോളം നീളം, പരമാവധി 2 അടിയോളം നീളം വെക്കുന്ന ഒരിനം അതിഥിയാണ് എഴുത്താണി മൂർഖൻ എന്നറിയപ്പെടുന്ന കോറൽ സ്നേക്ക് എന്നറിയപ്പെടുന്ന വാം സ്നേക്കുകൾ. നമ്മുടെ യാത്രയിൽ നമ്മൾ പിടികൂടിയ ഇത്രയും വനമില്ലാത്ത നോൺ വെനമസായ നീർക്കോലിയും കായൽപ്പാമ്പും കണ്ടപ്പാമ്പും ആറ്റുവായനും ഓരക്കുള്ളനും അതുപോലെ എന്താ പറയുക പെരുമ്പാമ്പ് നമ്മൾ മറന്നു പോകാതിരിക്കുന്നത് ഓർത്ത് വെക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം പെരുമ്പാമ്പിൻ്റെ കടിയേറ്റിട്ട് ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. കാരണം പെരുമ്പാമ്പിനെ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ പോകുന്നു. അപ്പോൾ പെരുമ്പാമ്പിനെ യഥാർത്ഥത്തിൽ പിടിക്കേണ്ട കാര്യമില്ല. പറമ്പിലോ പാടത്തൊക്കെ അത് എവിടെയെങ്കിലും ഇന്നലെ എന്നെ വിളിച്ചു, എറണാകുളം ജില്ലയിൽ ഒരു പറമ്പിൽ 5-8 പെരുമ്പാമ്പുണ്ട്. ഞാൻ സാർ അവിടെ കിടക്കട്ടെ, പറമ്പല്ലേ, എന്തിനാ പിടിക്കാൻ പോകുന്നത്, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ കൂത്താട്ടുകുളത്ത് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പെരുമ്പാമ്പല്ലേ, എന്തിനാ പിടിക്കുന്നത്, അവിടെ കിടക്കട്ടെ, അത് പെരുമ്പാമ്പ് ഞങ്ങളെ വിഴുങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആരാ പറഞ്ഞാൽ പെരുമ്പാമ്പ് വിഴുങ്ങുമെന്ന്? പെരുമ്പാമ്പ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിലോ നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളിലൊന്നും പെരുമ്പാമ്പ് ആരെയും വിഴുങ്ങിയായിട്ട് റിപ്പോർട്ടുകൾ ഇല്ല എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പറഞ്ഞിട്ടുള്ളതാണ്. പെരുമ്പാമ്പിൻ്റെ കടിയേറ്റാലും മെഡിസിൻ്റെ ആവശ്യമില്ല. പെരുമ്പാമ്പിൻ്റെ കടിയേറ്റാലും ഡെറ്റോളോ കാരാംശമുള്ള സോപ്പ് വെച്ചാൽ മുറിവ് നന്നായിട്ട് കഴുകി അലർജി ഉണ്ടാവാൻ പോകുന്നില്ല, അലർജി പോലും ഉണ്ടാവാൻ. പക്ഷേ ഏത് നോൺ വെനമസായ പാമ്പിൻ്റെയും കടിയേറ്റാൽ അല്ലെങ്കിൽ ഒരു നായുടെയോ നമ്മുടെ വീട്ടിൽ നായ്ക്കുട്ടിയുടെ കടിയേറ്റാലൊക്കെ നമ്മൾ ടി ടി എടുക്കുന്ന നല്ലതാണ്. എന്നെ ഒരാൾ ഇവിടെ ഇരിക്കാൻ സമയം എന്നെ കിക്കിളിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കുറേ നേരം ഒരാളും ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രേക്ഷകർ കാണുന്നില്ലായിരുന്നു. കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ അതിഥി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ചങ്ങാടത്തിൽ തന്നെ വള്ളത്തിലുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അദ്ദേഹത്തെ കൂടി ഈ വെള്ളത്തിലേക്ക് വിട്ടുകൊടുക്കണം. അദ്ദേഹം പോയി എവിടെയെങ്കിലും നല്ല സന്തോഷത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. നമ്മൾ അദ്ദേഹത്തെ റിലീസ് ചെയ്തു. എന്തായാലും അദ്ദേഹം നീന്തി, നമുക്കാണ് നമ്മൾ പ്രേക്ഷകരാണ് വെള്ളത്തിൽ പാമ്പ് നീന്തും എന്നുള്ളതിൻ്റെ സംശയം കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് നീന്തി പോകുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഇതിന് മുന്നേ ഒട്ടനവധി പ്രാവശ്യം കിങ് കോബ്ര ഉൾപ്പെടെയുള്ള അതിഥികൾ, പെരുമ്പാമ്പ് ഉൾപ്പെടെയുള്ള അതിഥികൾ നമ്മൾ വെള്ളത്തിൽ റിലീസ് ചെയ്ത് നീന്തിപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് ഒട്ടനവധി കോളുകളുണ്ടായിരുന്നു, ഒട്ടനവധി കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒട്ടനവധി അതിഥികൾ വെയിറ്റിങ്ങിലുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇനി അടുത്ത കോളുകളിലേക്ക് യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387974441.